കോഴിക്കോട് സ്റ്റേറ്റ് ഫിലിംസ് അവതരിപ്പിക്കുന്ന നാടകം എങ്ങനെ ഇങ്ങനെ പറയും. നാടകരചന ചന്ദ്രശേഖരൻ തിക്കോടി, സംവിധാനം പുരുഷൻ കടകണ്ടി, പൗർണമി ശങ്കർ. നാട്ടുകൂട്ടങ്ങളെ, അമ്മമാരെ, ചേച്ചിമാരെ, ചേട്ടന്മാരെ, അനിയന്മാരെ, അച്ഛന്മാരെ, അമ്മാവന്മാരെ, ഈ നിങ്ങളോടൊരു ന്യായം പറയട്ടെ. ഇങ്ങനെ കണ്ണിന്റെ മുമ്പിലല്ലേ ഈ നല്ല നല്ല കാര്യങ്ങളെല്ലാം ഇപ്പൊ നടക്കും. ഊക്കുള്ള ഊക്കില്ലാത്തവനെ ചവിട്ടിപ്പിയുന്ന കാലമെല്ലാം കഴിഞ്ഞു പോയി. ഈ നാട്ടില് നീതി നിയമവും നല്ല ശരിക്ക് നടക്കണ കണ്ടിട്ട് മറ്റുള്ളവർക്ക് പെരാന്തളകണ കണ്ട പാവങ്ങളായ ഏനെല്ലാം എന്തെല്ലാം സഹായാ കിട്ടിയേ. ഏനെന്റെ കാലകോട് കുട്ടിച്ചാത്തന്മാരെ സാക്ഷി നിർത്തി എല്ലാം വിളിച്ചു പറയാ പോവാ. അതിന് എന്താ സത്യം പറയാൻ പാടില്ല. സത്യം പറഞ്ഞ ആർക്കും പൊട്ടിക്കല്ലേ. ഞങ്ങൾക്ക് പലരെയും പിടിച്ച് അകത്തിടാറുണ്ട്. ഉദ്ദേശിച്ചതൊന്നും നടക്കുന്നില്ല. നടക്കണ ഇങ്ങോട്ട് നടക്കണ. ഇവിടെ മുങ്ങിൽ മുങ്ങറ, ആഴത്തിൽ അങ്ങോട്ട് മുങ്ങറ. നിന്നോടുള്ള പറഞ്ഞത് മുങ്ങാൻ മുങ്ങാൻ. അയ്യോ എന്റെ പൊന്നു സാറേ, പാറപ്പുറത്ത് മുങ്ങാൻ പറഞ്ഞ എങ്ങനെ സാധിക്കും എന്റെ സാറേ? നേരെ കൊന്നു ചാറേ. മുങ്ങണമെങ്കിൽ എറവെള്ളമെങ്കിലും വേണ്ടേ? നിന്നത് നീ മുങ്ങ്. ഞാൻ എന്ത് പറയുന്നോ അതൊക്കെ ചെയ്യണം. നിന്റെയൊക്കെ പണി. അതിനാ നിനക്കൊക്കെ ശമ്പളം തരുന്നത്. 4 മാസമായി നിന്നെയൊക്കെ കൂട്ടുന്നത് തുറന്നു വിട്ടിട്ട്. എന്നിട്ടൊരു പൂച്ചക്കുട്ടിയെങ്കിലും പിടിച്ചോ. മുങ്ങറ, ഇവിടെ മുങ്ങ്. മുങ്ങിത്തപ്പ്. എല്ലാരും മുങ്ങിത്തപ്പ്. എല്ലാരും മുങ്ങിത്തപ്പ്. സമയം സമയം ഇന്ന് അടുത്തു വരികയാ. വെള്ളമില്ലാത്തടത്ത് മുങ്ങുന്നതിനേക്കാൾ നല്ലത് അതാ. 4 മാസമായി ഞങ്ങളെ ഇതുപോലെ വെള്ളമില്ലാത്തടത്ത് മുക്കാൻ തുടങ്ങിയിട്ട്. അരിച്ചു പെരുക്കിയിട്ട് ഒരാളെ പോലും കുടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരെ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലേ പിടിക്കാൻ പറ്റൂ. നിന്നരുത്. വിമാനത്തിനാ സാധനം വന്നത്, അതും ആനക്കടുപ്പത് ഭാരത്തില്. കേട്ടോ, ആനക്കടുപ്പത് പൊന്നുപോലും അതിനൊരു മൂക്കുത്തി പോലും ഈ കാക്കാത്തിക്ക് കിട്ടിയിട്ടില്ല. എന്റെ പൊന്നു കാക്കാത്തിയെ ഒന്ന് മിണ്ടാതിരിക്ക്. ആനക്കാര്യം പറയുമ്പോഴാ അവളുടെ ഒരു ചേനക്കാര്യം. എന്റെ പൊന്നു സാറേ, സാധനം കൊടുത്തയച്ചവനെ ഒന്ന് തൊടാനൊക്കത്തില്ല. അവനൊന്ന് വിദേശത്ത് സുരക്ഷിതനാ. ഇവിടുന്ന് വാങ്ങിയവനോ കാണാമറയൊക്കെ സുരക്ഷിതൻ. അതിനിടയിൽ ഒരു കുറ്റവും ചെയ്യാത്തവനെ പിടിച്ചിട്ട് എന്ത് കാര്യം? കുറ്റം ചെയ്തോ ഇല്ലയോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. പിന്നെ ഇവിടുത്തെ ജനകീയ മുഖങ്ങളിൽ താറ് വയറ്റേക്കണം. ഓ അങ്ങനെ. അതിന് കിട്ടിയ ഏറ്റവും വലിയ അവസരമാ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്. മറ്റേത് അടുത്തടുത്ത് വരികയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലത്തെ എറണാകുളത്തെ കുടിയിൽ നിൽക്കുക. ഈത്തരം മൂച്ചയുടെ വാളാന്ന് ഞമ്മക്ക് നല്ലോണം അറിയാം. എന്നാലും ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഈമാനുള്ള വർത്താന. ഇനി ഒരിക്കൽ കൂടി ഓടി വരുവാണെങ്കിൽ അല്ലാതെ നമ്മളെ 3 കണ്ണം മുണ്ട് പൊതിച്ച് കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഇങ്ങനെ നീയാലും വേണ്ടില്ല, തപ്പിയാലും വേണ്ടില്ല.
ഒരെണ്ണത്തിൽ പിടിച്ച് അകത്തിട്ടാൽ മതിയെന്ന്. ഈ ഇബിലീസുകള് ആളുകളുടെ ഉണ്ടാക്കിയെടുത്ത ഒന്നാമത്തെ പേരുണ്ട്. അത് മുസ്ലിമിനും ഇടിച്ച് പൊളിച്ച് അലങ്കോലപ്പെട്ടു പോകണം. അതിനാണ് നമ്മൾ വന്നത്. എന്നിട്ട് ഓരോടുള്ള മനുഷ്യന്മാര് മുഴുവനും ഞങ്ങളോട് ഈ പോരണം. ഏത് കുറോ ഇങ്ങക്ക് കിട്ടും. പണി കൊടുക്കേ ഉദ്ഘാടനത്തിന് മുമ്പ് പൊളിഞ്ഞു വീഴുന്ന വലിയ വലിയ പാലങ്ങൾ ഒന്നുകൂടി പറയട്ടെ. ആളുകളെ പറ്റിച്ച് 19 ചില്ലാണ് കേസും കൊണ്ട് നല്ല പേശനായി നടക്കാനാ. പുറമേ കീരിയും പാമ്പും ആണെങ്കിലും അങ്ങോട്ട് ഒന്നെടുക്കുന്നതിൽ പൂച്ചക്കണ്ട കാര്യം ഇങ്ങനെ പറയാന്. നാട് നീളെ തേനും പാലും ഒഴുകി നടക്കുന്ന ഓല കുടുക്കുവാനുള്ള എളുപ്പ വഴി ഇങ്ങനെ പറയാന്. നടക്കൂല കാക്കാൻ, നടക്കൂല. ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. കണ്ണു തുറന്ന് നോക്ക്. തരിസായി കിടക്കുന്ന പാടങ്ങളും പറമ്പുകളും കാലും കയ്യും വീഴുന്ന ഏത് തടങ്ങളായി മാറിയില്ലേ? ഇപ്പൊ നോക്ക്, അടുപ്പ് കത്തിക്കുന്ന ഗ്യാസ് അടുപ്പിൻ ചോട്ടിലെത്തും. അതും 20% ലാഭത്തിൽ. ഇനി അന്യായമായി അവർക്കെതിരെ ഒരു ചെറുവിലാക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ അന്വേഷണങ്ങളുടെ 4 മാസക്കാലം കൊണ്ട് ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞു. അവർക്ക് സത്യത്തിന്റെ പിൻബലമുണ്ട്, നീതിയുടെ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളാണ് അവരുടെ കാവലാൾ. ഇവിടെ പണം നയിക്കുന്നത് ജനകീയ ഭീഷ്മരാണ്. ഈശ്വരയുടെ കയ്യിൽ ധർമ്മനീതികൾ ഇരിക്കുന്ന കാലത്തോളം ശത്രുവിന്റെ ഒരു ആയുധവും അങ്ങോട്ടെടുക്കില്ല. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കുപോലെ വ്യക്തം. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കുപോലെ വ്യക്തം. സഖാവെന്ന ബന്ധം, സഖാവെന്ന ബന്ധം, സഹജരേ നമുക്കിതാ പുതിയനക്ക ബന്ധം, പുതിയനക്ക ബന്ധം, പുതിയനക്ക ബന്ധം. ഞാൻ പറഞ്ഞ വകുപ്പ് സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. നേരിട്ട് ഞാൻ സമ്മതിക്കില്ല. ഇക്കഴിഞ്ഞ 5 കൊല്ലം അവരുടെ ചവിട്ടും അടിയും കുത്തും ഒക്കെ കൊണ്ടേ ഞാനാ. എന്നിട്ടിപ്പോ കാട് വീടാണെന്നോ ആശാരി കണ്ടെത്തിലോ? സമ്മതിക്കില്ലേ? നിക്ക്, ഞാൻ വരത്തില്ല, പോകത്തില്ല, ഇരിക്കത്തില്ല, കിടക്കത്തില്ല, പറയത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എവിടെ നിങ്ങളില്ലെങ്കിൽ വിളമ്പാൻ നേരത്തെ നിങ്ങൾക്കാ ഏഴുമായി മുമ്പിൽ വന്നിരിക്കുന്നത്. ഞമ്മളിവിടെ ഇല്ലേന്ന് ഇങ്ങനെ അടങ്ങി പറപ്പേ. ഇതൊക്കെ ആളുകളെ കണ്ണിന് ഞങ്ങളെല്ലാവരും കൂടി വാരിയിരുന്ന ഒരു പൊടിയല്ലേ? നല്ല 1-ാം തരം പന്നിക്കടി. പന്നിക്കടി ആണല്ലോ. എന്നാ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഓക്കെയാ. എനിക്കൊന്നും ഞാനൊന്നും പറയത്തില്ല. ഓക്കെ, ഹൈക്കമാൻഡ. ഓ, നീ അത് പണ്ടാറിയാൽ മാടൂല. ഇപ്പോൾ നമുക്ക് 10 അധികം വേണം. എനിക്കും ഒന്ന് അമർത്തി പറയാനുണ്ട്. വലിയേട്ടന്റെ ചെക്കൻ പിണങ്ങി അപ്പുറം പോയ വകയില് അതിന്റെ ഓഹരി കൂടി എനിക്കിന്ന് തരണം. ഇങ്ങനെ അറിയപ്പെടപ്പേ. ആളും മനുഷ്യരും ഇല്ലാത്ത ഇന്റെ പാർട്ടിക്ക് വിഹിതം ചോദിക്കാൻ വന്നിക്ക് ഉറപ്പില്ലേ എനിക്ക്? മോനെ ഇങ്ങോട്ട് വാ. അന്നേരത്തിന് ഇറങ്ങിപ്പോയി 4 റബ്ബർ വിട്ട് പുറകെ 2 പാട്ടും പാടിക്കും. നോക്ക് നോക്ക്, നിങ്ങൾ രണ്ടാമനാണെന്നും ഞാൻ നോക്കൂല. പണ്ട് ഈ 5-ാമത്തതും വേണമെന്ന് പറഞ്ഞപ്പോ ജനങ്ങളിൽ നിന്ന് എന്താ കിട്ടിയതെന്ന് ശരിക്കും ഓർമ്മയില്ല. ഇപ്പൊ തന്നെ വടക്കേ അറ്റത്തോളം ആളുകളെ പറ്റിച്ച വകയിൽ 500 ചില്ലാനും കേസും തലയിൽ വെച്ചാ നടക്കുന്നത്. ആളുകൾ കേൾക്കണോ? ഓരോരുത്തർ ലക്ഷങ്ങൾ മുക്കി ജയിലിന്റെ വാതിക്കൽ എത്തി നിൽക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. നമ്മളിങ്ങനെ പരസ്പരം കടിപിടി കൂടിയാൽ അപ്പവും കൊണ്ട് മറ്റവനങ്ങ് പോകും. ശരിയാ, ശരിയാ. കേസ് പലതും അവര് കൊണ്ടുവരുന്നുണ്ട്. ഹലാക്കിന്റെ അവലും കഞ്ഞി നല്ല
നേരം തുടങ്ങി നിർത്തല്ലോ ഓരോ കേസിന്റെ ആപത്തും പൊന്തി വരും. അതാ പറഞ്ഞത്. എല്ലാം പറഞ്ഞ് ഒന്നിക്കേണ്ട നേരമായിരിക്കുന്നു. ഒന്നിക്കേണ്ട നേരമായിരിക്കുന്നു. എന്നാ പിന്നെ നമ്മളൊന്ന് പറയട്ടെ, ഞങ്ങളെല്ലാം ഒന്നായി. എന്നാ പിന്നെ ഇപ്പൊ തന്നെ വിഹിതം വെക്കാം, പിന്നെ അടികൊള്ളാലോ, തുറന്ന് പറയാലോ. ഞമ്മക്ക് പറയാനൊരു കടമുണ്ട്. കോടതിയും കേസും ഫീസ് കൊടുത്ത് മുടുക്കി അതിന് കരകയറാനായി കൊണ്ട് പാലത്തിന്റെയും റോഡിന്റെയും വകുപ്പ് ഞങ്ങൾക്ക് തന്നെ തരണം. എന്നാൽ ഈ പുറപ്പാടിന്റെ ആവശ്യം ഒന്നുമില്ല. ഇവിടെ വെച്ച് നിർത്താം. പൊതുജനം ഇപ്പൊ തന്നെ കൈകാര്യം ചെയ്യും. ഇങ്ങക്ക് മഹാനുണ്ടോന്ന് ഈ പൊതുജനവും എന്ന് പറഞ്ഞാല് അരണിലോട്ട തല വെച്ചെടുത്ത് പാലെത്തുമ്പോഴേക്കും എല്ലാം മറന്നു. ഞാൻ കാര്യം പറയാം. അറിയാമല്ലോ, താൻ പാവം ചെയ്യുവന. അതിനൊരു പരിഹാരം ആയിക്കോട്ടെ. ആരോഗ്യം താനെടുത്തോ. എന്തിനാ മുറിഞ്ഞോനെയും തറിഞ്ഞോനെയും തൂയോനെയും പാത്തോനെയും തലയെടുത്ത് നാളാനോ? ഖിയാമെന്നാൾ വരെ ഞമ്മക്ക് മണ്ട. ഞമ്മക്ക് നാല് കാര്യം കാക്കുന്ന വകുപ്പ് മതി. അത് തരുന്ന പ്രശ്നമില്ല. നീ നിന്റെ പാട് നോക്ക്. അത് പറയാൻ ഇനി ആരാ സൂചായോ? അന്ന് നമ്മൾ നമുക്ക് ശരി നിർത്തി. എല്ലാം വേണ്ടതുപോലെ ഞങ്ങൾ ചെയ്തിരിക്കും. അതിന് ഹൈ പറട്ടെ ഹൈ പറട്ടെ ഹൈ കമാൻഡി കമാൻഡ് ഹൈദരാബാദിൽ ഇങ്ങോട്ട് അയച്ചെന്ന് എന്നെ ഇങ്ങോട്ട് അയച്ചത്. അയ്യേ പിന്നെ നടുക്കടലിൽ നിന്ന് കപ്പിത്താനമാക്കിയിട്ട് എന്ത് കാര്യം? ഞമ്മളൊന്നും ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഒന്ന് നേരെയാക്കേ. ഇനി നേരെയാക്കാൻ വന്നാലല്ല, വാരാൻ വന്നാലാ. മുറ്റടിക്കുന്ന ചൂലുണ്ട് നെല്ലിയൊക്കെ മുഖത്ത് ചേർത്ത് ഞാൻ. ആഹാ, അപ്പൊ 1400, 1500 എന്താ എനിക്ക് ഭ്രാന്താണ്. ആടോ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. സന്തോഷം കൊണ്ടില്ല ഭ്രാന്ത്. നീ ഇത് കണ്ടോ? പുത്തൻ നോട്ടുകളാ. നമ്മളെ സർക്കാര് എനിക്ക് തന്ന പെൻഷൻ. ഇതുകൊണ്ടാ ഇപ്പൊ ഞാനും എന്റെ മക്കളും കൈകണം. നിങ്ങൾ നടങ്ങി ചെറുതെത്തിയെ. നിങ്ങൾക്ക് വല്ലതും അറിഞ്ഞോ? എന്തേനടാ? നാട് നേരെ കടം വാങ്ങിട്ടാ പോലും നമ്മക്ക് പെൻഷനും കിറ്റും ഒക്കെ തരുന്നത്. അത് നിങ്ങൾ അറിയോ? എങ്ങനെ ഇങ്ങനെ പറയുന്നു? എന്റെ നാണുമോ, കടം വാങ്ങിയിട്ടാണേലും പട്ടിണി മാറ്റുന്നില്ലേ? വെള്ളപ്പൊക്കം 2 വന്നു. നാട് മുടിഞ്ഞ നേരത്ത് ഒപ്പം ഒരു കൊടുങ്കാറ്റ്. അതിന്റെ പിന്നാലെ ഇപ്പതാ ഒരു കൊല്ലായിട്ട് മനുഷ്യന്മാർക്ക് പുറത്തിറങ്ങി നടത്താൻ പറ്റാത്തൊരു മഹാമാരി. കോവിഡ് എന്ത് പണ്ടാരെങ്കിലും ആട്ടെ, മനുഷ്യരെ പിടിച്ച് ജയിലിൽ പൂട്ടാൻ തുടങ്ങിയിട്ട് കൊല്ലം ഒന്നായില്ലേ? ആർക്കെങ്കിലും ഒരു പണിയും തുറവുണ്ടോ? കാശിന് ഗതിയുണ്ടോ? മറ്റോര് ഭരിക്കുന്ന കാലത്താണെങ്കിൽ മനുഷ്യന്മാര് മുഴുവനും പട്ടിണി ചട്ടേ. ഒരൊരാളെ പോലും പട്ടിണി കിട്ടു കൊല്ലാണ്ട് എത്തിച്ചില്ലേ? ഒരു പൈസ പോലും ചികിത്സയ്ക്ക് വാങ്ങാണ്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചില്ലേ? എന്തേ നിങ്ങളെയൊക്കെ നാവ് താണു പോയിക്കാ? എടോ നാണുവോ, നമ്മളെ പടനായ വല്ലാത്തൊരു ജന്മ. മനുഷ്യന്മാര് മാത്രം തിന്നാ പോരാ, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾക്ക് വല്ലതും ബെസ്പഴക്കാൻ കൊടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യനാത്. അറിയോ എനിക്ക്? നിങ്ങളെന്ത് വിവരറിഞ്ഞിക്കല്ലേ ചെയ്തെത്തിയെ? എന്തേനോടോ ചെക്കന്മാരുടെ ഫോണ് തുറന്ന് നോക്കുങ്ങള്. അങ്ങാരറിയാം ഇവന്മാരൊക്കെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേന്ന്. ആണോ?
ഔത്ത് ഏത് ചാമനും കോമനും എന്തു ഇല്ല. അതിനൊക്കെ എന്തു വിലടോ? എന്നാ കണ്ണിന്റെ മുമ്പിൽ ചില സത്യങ്ങളുണ്ട്. നമ്മളെ ചെറുപ്പക്കാര് വീട് വീണ്ടാതരം കയറി പാട്ട് പേർക്ക് വിറ്റിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യ നാടിന്റെ പട്ടിണി മാറ്റാൻ സർക്കാരിലേക്ക് കൊടുത്ത് എന്നാ ചില ഉദ്യോഗസ്ഥന്മാര് കൊടുത്തോ? അതൊന്നും ഇങ്ങളെ പോലത്തെ ഒരു കണ്ണടച്ചിരിട്ടാക്കറ്. നേരാ ചെയ്തെത്തിയേ. നിങ്ങൾ പറഞ്ഞൊരു ലേശം കാര്യം ഇല്ലാണ്ടല്ല. എന്തിനാണോ പിശിക്കുന്നത്? ഞാൻ പറഞ്ഞത് കുറച്ചൊന്നല്ല സത്യം, തീർത്ത സത്യല്ലേ? എടോ റേഷൻ പീടിയെന്നും കിട്ടെന്നും പറഞ്ഞ് 30 തൊട്ട് കർപ്പൂരം വരെ തന്നിട്ടില്ലടാ. APL BPL വ്യത്യാസം ഉണ്ടായില്ല. എന്നിട്ടല്ലേടോ ഇന്നെ പോലത്തെ ആൾക്കാര് അതിലുള്ള വെള്ളത്തിന് നിളം പോരാ, വെളിച്ചെണ്ണയ്ക്ക് നിറം പോരാ, മുളക് കറുത്തുപോയി എന്നെല്ലാം കുറ്റം പറഞ്ഞേ. എന്റെ ചിരുതെത്തിയേ, നിങ്ങളിങ്ങനെ എന്നെ ഇനി പറയുമ്പോ ഞാൻ ആകെ ഒരു അങ്കലാപ്പില്ല. അതായത് ഞാൻ അപ്പുറം നിൽക്കണോ അതോ ഇപ്പുറം നിൽക്കണോ, അതോ ഇപ്പുറം നിൽക്കണോ അതോ ഞാൻ അപ്പുറം നിൽക്കണോ എന്നുള്ള അങ്കലാപ്പില്ല. നാടോ നിനക്കെന്നല്ല ഒരു മനുഷ്യന്മാർക്കും ഒരങ്കലാപ്പും വേണ്ട. മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്ത് തന്നെ നിൽപ്പ്. മണ്ണില്ലാത്തൊരു മണ്ണും കേൾക്കെടുക്കാൻ വീടില്ലാത്തൊരു വീടും കൊടുക്കുന്ന സർക്കാരായി. ഒരുത്തന്റെ കണ്ണീരും ഇവിടെ വീഴാൻ സമ്മതിക്കൂല. ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഇനി ഈയൊരു കുറവും കൂടിയേ ഉണ്ടായിരുന്നു. ഓം കാളി ഭദ്രകാളി അമ്മേ മഹാമാരി, ആ കൈകൾ ഇങ്ങോട്ട് നീട്ടു ചിരുതേ. അപ്പൊ അത് കുടിച്ചോളൂ. ആണ്ടേ ചിരുതേ, സാനിറ്റൈസർ കുടിച്ച ചത്തു. സാനിറ്റൈസർ അല്ലതാണോ ഗംഗയിലെ പുതിയ എന്നാ തീരെ കുടിച്ചൂടാ. ശവശരീരങ്ങൾ ഒഴുകി നടക്കുന്ന നദിയാ. തെറ്റിദ്ധരിപ്പിക്കുന്നു, തെറ്റിദ്ധരിപ്പിക്കുന്നു. ഗംഗാജലത്തെ കുറിച്ച് പറഞ്ഞതുപോലെയാ എല്ലാ കാര്യത്തെ കുറിച്ചും നിങ്ങൾ പറയുന്നത്. ഇവിടെ റോഡും വീടും മരിയും പെൻഷനും ഒക്കെ കൊടുക്കുന്നത് ഞങ്ങളാ. എല്ലാ ക്ഷേമവും നടപ്പിലാക്കുന്നത് ഈ ഞങ്ങളാ. എല്ലാരും ഇങ്ങനെ പറയും. പെൻഷൻ നിങ്ങൾ പോയിനാട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ ദിവസം പെട്രോൾ വില കൂട്ടുന്നത്? അടുപ്പത്തിക്കുന്ന ഗ്യാസിൽ എന്തിനാണോ വില കൂട്ടുന്നത്? വിമാനത്താവളോ തീവണ്ടിയൊക്കെ എന്തിനാ മുതലാളിമാർക്ക് വിൽക്കുന്നത്? ജയ് ശ്രീറാം, ജയ് ശ്രീറാം. ഈ തള്ളയോട് കൊടുക്കണേ. ഏശാത്ത അമ്പായി പോയല്ലോ. ഇനി ഉറക്ക വിളിക്കുവനെ. എടാ എനിക്ക് പയ്യന്റെയും പടക്കേന്റെയും കാര്യം പറഞ്ഞാ പോരെ? കത്തുന്ന പള്ളം ഇനി കാണൂലല്ലോ. നേരാ ചെറുതെത്തിയെ, ഓന് പയ്യന്റെ മൂത്രം തന്നെ പത്യം. ചിരുതേ ചിരുതേ പദ്ധതികൾ പദ്ധതികൾ അവർക്ക് പറയാനുള്ളത് എന്താന്ന് നമുക്കൊന്ന് കേൾക്കാലോ. ആട്ടിയാക്കാനതാണ്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ചിരുതേ ചിരുതേ പദ്ധതികൾ പദ്ധതികൾ വീട്ടുപടിക്കൽ പദ്ധതികൾ ന്യായ പദ്ധതി ന്യായ പദ്ധതി ന്യായ പദ്ധതി ന്യായ പദ്ധതി. ഈ നേരി ഈ ഒരു പണിക്കും പോണ്ട. ഭാര്യക്കൊരു ഞമ്മളൊക്കെ തരുന്നു. കേക്കട്ടെ കേക്കട്ടെ, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് മഹാനുണ്ടോന്ന്? യവന്റെ കാലത്ത് 600 രൂപയായിരുന്നു പെൻഷൻ. അത് കിട്ടിയാലായി, ഇല്ലെങ്കിലില്ല. ഇപ്പോഴോ 1600 രൂപ. അതും മാസം പോരേന് കൊണ്ടുവന്ന് തരുന്നു. ഇങ്ങനെ ചിരിക്കുന്നത് എങ്ങനെ ചിരിക്കാതിരിക്കണോ? പരീക്ഷ കഴിഞ്ഞല്ലോ നിങ്ങൾ കുട്ടികൾക്ക് പുസ്തകം കൊടുത്ത്. പുരയില്ലാത്തോ മഴയത്ത് നിന്നല്ലേ കാലം കഴിച്ചു കൂട്ടിയേ. നായി കടിച്ചോനെയും പാമ്പ് കടിച്ചോനെയും ആശുപത്രി കൊണ്ടിട്ടിട്ട് ചികിത്സ കിട്ടാണ്ട് ചത്തില്ലടോ. ഇപ്പൊ നോക്ക്, നമ്മുടെ ടീച്ചർ
ചെറുതേർത്തിയെ അത് നാടിന് മറക്കാൻ പറ്റൂല. ചെറുതേർത്തിയെ നിങ്ങൾക്ക് കേസോൺ എന്താണെന്ന് അറിയോ? ഇല്ലാതെ നാട്ടുകാർക്ക് മുഴുവൻ നെറ്റ് കിട്ടാൻ പോവുക. ഉയ്യന്റെ പഠിച്ചോനെ ഈ കുട്ടികൾക്ക് പഠിക്കാൻ എന്തൊരു സുഖ. ഇങ്ങക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല. പോയി മക്കളെ നിങ്ങൾ അങ്ങനെ പറയുന്നില്ലേ? നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നതാണ്. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. നീ വെറുതെ നിന്ന് മാത്രം മതി. ഭക്ഷണം വായ്ക്കകത്തേക്ക് വെച്ച് തരും. അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അപ്പൊ നിങ്ങള് തേനും പാലും എടുക്കാനുള്ള പുറപ്പാട് തന്നെയല്ലേ? അത് ഇങ്ങക്ക് മനസ്സിലായി? അല്ല, നമ്മൾ അതിനുള്ള പുറപ്പാട് തന്നെയാ. കുടിക്കാൻ കുളം മാണ്ടി ഒഴുക്കി കുളം, ഇനി പുഴ മാണ്ടി ഒഴുക്കി പുതിയ പുഴ തന്നെ നമ്മൾ വെട്ടി ഒഴുക്കി കൊടുക്കുന്നു. കേസ് കുറച്ചുകൂടെ നീ മുണ്ടാണ്ടിരിക്കുന്നു. വായ അങ്ങോട്ട് പറയുന്നു ചെറുവുണ്ടോ? എനിക്ക് കുളവും പുഴ ഒന്നും പോരാ, ഒരു കടൽ തന്നെ വേണം. അതിനെന്താ നമുക്കൊരു അറബിക്കടലിൽ ഇവിടെ ഉണ്ടല്ലോ. അത് പോരാ, എനിക്ക് പുതിയ കടൽ തന്നെ വേണം. അത് നമ്മളെ കുഴപ്പത്തിലാക്കുന്ന ഭർത്താനാണല്ലോ ചെയ്തേ. നിക്ക്, നമ്മൾ മൂപ്പരോട് പഠിച്ച് ഇപ്പൊ ശരിയാക്കി തരാം. ആയിക്കോട്ടെ. എന്താ എന്താ കൊടുത്തൂടെ? ചിരുക പൊതുജനത്തിന്റെ പ്രതീകമാണ്. ചിരുകയുടെ ഏത് ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രതിജ്ഞ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. വേണ്ടുവന്നാൽ ചിരുകക്കായി ഞങ്ങൾ ഒരു പുത്തൻ കടലിൽ നിന്ന് നിർമ്മിച്ചു നൽകും. എങ്ങനെ ഇങ്ങനെ പറയും? ഇറങ്ങുന്ന പുറത്ത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത നിന്നെയൊക്കെ വീട്ടിൽ കഴിക്കാൻ എന്നെ വേണം തന്നെ. ഇറങ്ങുപുറത്ത് പോയി ബിരിയാണി ചെമ്പിൽ കാവലിരിക്കും. നിനക്കൊക്കെ പറ്റിയ പണിയതാ. ഞാൻ നേരിന്റെ പക്ഷത്ത്, ജനപക്ഷത്ത്, ഹൃദയപക്ഷത്ത്. അതെ, മനുഷ്യരെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷത്ത് തന്നെ. കേരളം ചുവന്നല്ലോ ചിരുത പെണ്ണേ, ഇന്നു നിൻ ഭാഗ്യം വന്നു, ഭരണം വന്നു. കേരളം ചുവന്നല്ലോ ചിരുത പെണ്ണേ, ഇന്നു നിൻ ഭാഗ്യം വന്നു, ഭരണം വന്നു. ഓണം കേറാ നാട്ടിൽ പോലും നിറയേറോട്, ഭക്ഷ്യ കിറ്റ് തന്നു പട്ടിണി മാറ്റി പൊതുവിതരണ. കേരളം ചുവന്നല്ലോ ചിരുത പെണ്ണേ, ഇന്നു നിൻ ഭാഗ്യം വന്നു, ഭരണം വന്നു. പെൻഷൻ കിട്ടി സന്തോഷിച്ചു മുതിർന്നവരും, വീടു കിട്ടി എങ്ങനെ പറയുമ്പോൾ നാടകം ഇവിടെ പൂർണ്ണമാവുകയാണ്.